തൊഴിലിടങ്ങളിൽ യുവാക്കൾ നേരിടുന്ന മാനസിക സമ്മർദ്ദവും അവയുടെ അനന്തരഫലങ്ങളും ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കുമെന്ന് യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ. IT മേഖലയിൽ ഉൾപ്പെടെ തൊഴിൽ ചൂഷണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഷാജർ പറഞ്ഞു. യുവജന കമ്മീഷന്റെ ജില്ലാതല അദാലത്തിന് ശേഷം കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലിടങ്ങളിൽ യുവജനങ്ങൾ വലിയ മാനസിക പ്രയാസങ്ങൾ നേരിടുന്നതായി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ പറഞ്ഞു. ഇത് പഠനവിധേയമാക്കും. മാനസിക സമ്മർദ്ദവും അവയുടെ അനന്തരഫലവും ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കാനാണ് കമ്മീഷൻ ആലോചിക്കുന്നതെന്നും ഷാജർ പറഞ്ഞു. യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ജോലി സമ്മർദ്ദമാണ്. അത് ജോലി സമ്മർദ്ദം സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനത്തിന് ഭാഗമാകാൻ സംസ്ഥാന യുവജന കമ്മീഷൻ തീരുമാനിക്കുകയാണ്. അത് നമ്മുടെ ടെക്സ്റ്റൈൽസ് മുതൽ IT പാർക്ക് വരെ യുവജനങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിൽ ആ മേഖലയിൽ യുവജനങ്ങൾ നേരിടുന്ന തൊഴിൽ സമ്മർദ്ദത്തെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ചും പുതിയ ആഗോളവൽക്കരണ കാലത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് തൊഴിലിനെ അധ്വാനത്തെ പരമാവധി ചൂഷണം ചെയ്യുക, ലാഭം കൊയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് പൊതുവിൽ ലോകത്താകെ ഈ തൊഴിൽ മേഖലയെ മാറ്റപ്പെടുമ്പോൾ അതിൽ നമ്മുടെ സംസ്ഥാനത്തെ യുവജന കമ്മീഷൻ തൊഴിൽ മേഖലയെ സംബന്ധിച്ചുള്ള പഠനത്തിന് മുന്നോട്ട് വരികയാണ്. അതിനായി സൈക്കോളജി, സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 18 മുമ്പ് യുവജന കമ്മീഷന്റെ വെബ്സൈറ്റിൽ അവർക്ക് ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ടെക്സ്റ്റൈൽസ് മുതൽ IT പാർക്കുകൾ വരെയുള്ള വിവിധ തൊഴിലിടങ്ങളിൽ യുവാക്കളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മലയാളിയായ അന്ന സെബാസ്റ്റ്യന്റെ മരണമാണ് ഇത്തരമൊരു പഠനവുമായി മുന്നോട്ടു പോകാൻ കമ്മീഷനെ പ്രേരിപ്പിച്ചത്. ഈ പഠനത്തിന്റെ ഭാഗമാകുന്നതിനായി സൈക്കോളജി, സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 18 വരെ യുവജന കമ്മീഷൻ വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാമെന്നും ഷാജർ പറഞ്ഞു. ഡിസംബർ 25 ആരംഭിക്കുന്ന പഠനം 1 മാസം കൊണ്ട് പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുവാക്കളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് നടത്തിയ 1ാം ഘട്ട പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്താകെ 900ഓളം കേസുകളാണ് റിപ്പോർട്ടിൽ പഠനവിധേയമാക്കിയതെന്നും ചെയർമാൻ പറഞ്ഞു. കണ്ണൂരിൽ നടന്ന അദാലത്തിൽ 25 പരാതികളാണ് പരിഗണിച്ചത്. ഇതിൽ 12 എണ്ണത്തിൽ പരിഹാരം കണ്ടു. 13 എണ്ണം അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. 10 പുതിയ പരാതികളും അദാലത്തിൽ ലഭിച്ചു. കമ്മീഷൻ അംഗങ്ങളായ PC ഷൈജു, KP ഷജീറ, PP രൺദീപ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫ് സ്കറിയ, അസിസ്റ്റന്റ് P അഭിഷേക് എന്നിവർ അദാലത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.